ഫാമിലിനെ വളരെ സ്നേഹത്തോടു കൂടി ഞാൻ വെൽക്കം ചെയ്യുന്നു. ഷിട്ടു ഫാമിലി. അങ്ങനെ എല്ലാവരും കാത്തിരുന്ന ഒരു സുദിനം വന്നിരിക്കുകയാണ് ഗൈസ്. ഇപ്രാവശ്യം ഫുൾ വെറൈറ്റി ഐറ്റംസ്. ഇനി ചെറിയ കാര്യങ്ങളിൽ വലിയ കളികൾ മാത്രം. ഞാൻ കാര്യം ചോദിക്കട്ടെ, ഈ കട എവിടെ? ഇവിടുന്ന് എന്തോ അശരീരി ഞാൻ കേൾക്കുന്നുണ്ട്. ഞാൻ മൈൻഡ് ചെയ്യുന്നില്ല. ഇവിടെ വന്നിരിക്കാൻ പറ്റാത്ത ആളുകളൊന്നും നമ്മൾ മൈൻഡ് ചെയ്യണോ മറിയാ? വേണ്ട, നമുക്ക് വിടാം അല്ലേ? ഇനി ഞാൻ കുറച്ചു നേരം എന്റെ ഷിട്ടുമണിനോട് സംസാരിക്കട്ടെ. ഇവിടെ ഷിട്ടുമണി ഒരു ഉദ്ഘാടനത്തിന്റെ ചാർജ് എത്രയാ? എത്ര രൂപയാ? ആദ്യം നല്ല ഫുഡ് എന്തായാലും തരാ, പിന്നെ നല്ലൊരു ഉടുപ്പ് നന്നായി കാര്യമായിട്ട് പമ്പേഴ്സ് ആണ്. മിസ്റ്റർ നന്നായിട്ട് സൗണ്ട് ചെയ്യും, അതായത് നമ്മൾ നല്ല വോയിസ് ഓവർ ചെയ്യും. അതല്ലാതെ ഇവിടെ അതിന് മനോഹരമായി വോയിസ് ഓവർ ചെയ്യുന്ന ഒരാളുണ്ട്. ആരാ? നമ്മളെ പിയ്യാപ്പിളാണ്. ഇതാ നമ്മളെ പിയ്യാപ്പിള. അപ്പൊ ഉമ്മ വോയിസ് ഓവർ ചെയ്യുമോ? 1 മില്യൺ അടിച്ചു. ഉമ്മ ആദ്യമായി ഷിട്ടിന് വോയിസ് ഓവർ ചെയ്യാൻ വേണ്ടിട്ട് പോവാ. ഉമ്മ സ്റ്റാർറ്റ് മീഡിയയിലൂടെ അടയാളപ്പെടുത്തുക കാലമേ. കൊടുത്ത രീതി അവളെ കൊക്ക് പൊട്ടിച്ചാണോ? പൊട്ടിച്ചല്ലേ? മച്ചി തള്ളു. ഒരു ശരിക്കും ഇനി പ്രതീക്ഷിക്കുന്നത്, അതായത് എന്തെങ്കിലും ഫേസ് കാണിക്കാൻ ഉദ്ദേശിച്ചിട്ടുണ്ടോ? സംഭവം കമന്റ് ചെയ്തു മിസ്സിനെ കണ്ടെന്താ സ്വർഗത്ത് പോവുക. നമ്മൾ ആദ്യമായി നമ്മുടെ വെറൈറ്റി മീഡിയയിലൂടെ നമ്മുടെ മിശ്രയുടെ മുഖം കാണാൻ വേണ്ടി പോവാണ്. ഹലോ, വെൽക്കം ടു വെറൈറ്റി മീഡിയ. ഞാൻ നൈനിഷ. ഇന്ന് എന്റെ കൂടെ ഉള്ളത് ഒരു അടിപൊളിയായിട്ടുള്ള ഒരു ഫാമിലിയാണ്. ഫാമിലിനെ വളരെ സ്നേഹത്തോടു കൂടി ഞാൻ വെൽക്കം ചെയ്യുന്നു. ഷിട്ടു ഫാമിലി. നമുക്ക് ആദ്യം തന്നെ ഷിട്ടുവിന്റെ ഉപ്പേനെ വെൽക്കം ചെയ്യാം. പേര് പറഞ്ഞോളൂ. സദക്കത്തുള്ള എന്നാണ് എന്റെ പേര്. എന്താ? പറഞ്ഞാളി അത് സദക്കാന്നാണ് ഷോർട്ടായിട്ട് പറയുന്നത്. പിന്നെ സാധിക്കും പറയും. ഞാനായിട്ട് പറയുന്നതാണ്. ഞാൻ എന്നെ തന്നെ വിളിക്കുന്നത് സാധിക്കുന്നു. വെരി ഗുഡ്. ഇനി ഉമ്മി. ഉമ്മയുടെ പേര് ഉമ്മൈബാനു. ഉമ്മി ബാലു. ഓക്കെ, ഇത് ചിട്ടുകുടീന്റെ പേര് അടിപൊളി പേരാ. നിങ്ങളെ വിളിക്കെങ്കിൽ ഇവിടെ ഞങ്ങക്ക് ബീവി എന്നും വിളിക്കാം അല്ലേ? അതുകൊണ്ട് തന്നെ മനസ്സിലാണ് അല്ലേ? ഇല്ല, സിലൈക്ക മനസ്സിലാണോ ഇത്? ഇനി മാമൻ. മാമന് പേര് നിങ്ങൾ തന്നെ വിളിക്കുന്നത്? മോൻ. ഇവിടെ എല്ലാവർക്കും അങ്ങനെ ഒരു വിളിയില്ലേ? ഇതാരാ? കൈന ഫാത്തിമ. കൈ പിടിച്ചോണ്ടാണോ? പേരെന്താ? പേര് പറഞ്ഞോട്. മറിയ. മറിയ പറഞ്ഞോട്. മറിയ. എന്റെ പേര് ഫാത്തിമ തുബ. ഫാത്തിമ തുബ. അപ്പൊ ഫുൾ ആയില്ലേ? എല്ലാരും ഫുൾ അല്ലേ? ഒരു ഡസൻ ആളുണ്ട്. അല്ല, ഞാനേ ഇവിടെ നമ്മളെല്ലാരും കംപ്ലീറ്റ് ആണല്ലോ. പുറത്തുനിന്ന് ആരും ഇല്ലല്ലോ. ഇവിടെ വരാത്തൊരു 2 ആളുണ്ട്. ഉപ്പുണ്ട്. ഉപ്പ കുവൈത്തിലാണ്, ഉപ്പ നാട്ടിലില്ല. അതുകൊണ്ട് ബഷീർ. ഇവിടുന്ന് എന്തോ അശരീരി ഞാൻ കേൾക്കുന്നുണ്ട്. ഞാൻ മൈൻഡ് ചെയ്യുന്നില്ല. ഇവിടെ വന്നിരിക്കാൻ പറ്റാത്ത ആളുകളൊന്നും നമ്മൾ മൈൻഡ് ചെയ്യണോ മറിയാ? വേണ്ട, നമുക്ക് വിടാം അല്ലേ? ഇവിടെ ഇരിക്കാൻ പറ്റുമോ? അവിടെ ഇരിക്കോ? ഞങ്ങളെ ചാനലിൽ കൂടി എന്നാലും എന്റെ ഒരു ആഗ്രഹം എന്ന പോലെ മിസ്രി സാധിച്ചു തരാന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലേ? മിസ്രി എന്തുകൊണ്ടാ മുഖം കാണിക്കാത്തെ? പിന്നെ ഞങ്ങൾക്ക് ഒരാളോട് വരാനുണ്ട്. ഉപ്പയും എന്റെ
പെണ്ണുങ്ങളും അടുത്ത ഇന്റർവ്യൂ എടുക്കാൻ വരുമ്പോ ഫ്രെയിം കൊള്ളുന്നില്ല അപ്പം കുറച്ചുകൂടി അല്ലേ? ഇനി ഞാൻ കുറച്ചു നേരം എന്റെ ഷിട്ടുമണിനോട് സംസാരിക്കട്ടെ. സംസാരിക്കട്ടെ. ഷിട്ടു എവിടെ? വിചാരിക്കാൻ എന്റെ മൈക്ക് വിടാത്ത ഇപ്പൊ ഒരു സമാധാനമാണ്. ഇവിടെ ഷിട്ടുമണി അമ്മ തുടങ്ങട്ടെ. ഓക്കെ ശരി ഓക്കെ അല്ലേ പപ്പേ? ശരി ദീദി തുടങ്ങട്ടെ. തുടങ്ങി നീ എന്നെ നോക്കോ? എന്നറിയോ? കണ്ടുപോലെ ഒരു തോന്നലുണ്ട് മമ്മ. വീഡിയോ ഒക്കെ കാണുമ്പോ ഞാൻ ഇങ്ങനെ അതിൽ കണ്ടുപോലെ തോന്നുന്നുണ്ട്. നമ്മളെ വീട്ടിൽ വന്നേ മിസ്രി ഇവിടെ ഓക്കെ പിള്ളേരുടെ വീഡിയോ ഒക്കെ മാത്രമേ അറിയൂ. ഓക്കെ വീഡിയോയിൽ വിടാൻ ഇഷ്ടമല്ല. എന്തൊരിടങ്ങാറാലേ ഓൾക്കൊണ്ട്. ഷിട്ടു തിന്നാൻ പറ്റുമോ? അത് തിന്നരുത്. മിസ്രിനെ കൊണ്ട് എന്തൊരിടങ്ങാറാലേ. ദീദി വന്നു. ദീദി എവിടെ? ദീദി എപ്പോ ഇങ്ങനെ ക്യാമറയും മുന്നിൽ വരും എന്റെ അടുത്തേക്ക്. ഈ ദീദി എന്തിനാ ഇങ്ങനെ പണിയെടുപ്പിക്കുന്നേ? എനിക്ക് ഓമല്ല ചെറുപ്പം തൊട്ടേ തുടങ്ങാൻ ഓമല്ലേ മാശായി അല്ലേ? നല്ല അടി കൊടുക്കണം. തലയെ കുക്കി വെച്ചാൽ ഈ സാധനം എപ്പോ മമ്മ കുക്കി വെക്കും. കണ്ടു എന്തോട് ചുയിപ്പാന്നരിക്കി മമ്മനെ ഞാൻ എപ്പോ പടി ഇത് വേണ്ട മമ്മ ഇത് വേണ്ട മമ്മ പടിയിട്ട് നല്ല രക്ഷാണോ വഴി രക്ഷുണ്ടോ? അല്ല ഇത് ആര് ചെരുപ്പാ മാറ്റിച്ചാലേ കാണണ്ടല്ലേ? ഷിട്ടുമണി സുന്ദരിയായി. ഷിട്ടു സൂപ്പറല്ലേ? ഇപ്പൊ സൂപ്പറല്ലേ? അടിപൊളിയല്ലേ? നിന്റെ ബർത്ത്ഡേ എങ്ങനെയാണ്? മാഷായിട്ടുള്ള കയ്യാക്കിനെ ഷിട്ടു മാമന്റെ മുഖത്തൊക്കെ മാമന്റെ താടിയെടുപ്പോ ഇന്നലെ മാമയുടെ രക്ഷമില്ലട്ടോ കാണാൻ. ഇന്നലെ അവന് തടി ഇങ്ങനെ വന്നപ്പേ മൊത്തങ്ങനെ നോക്ക മനസ്സിലാവുന്നില്ല. കൊറേ നോക്കിക്ക ചെയ്യുന്നത്. ഓക്കെ ഞാൻ ചോദിക്കട്ടെ ഇനി മിസ്രീന്റെ അടുത്ത്. മിസ്രീ ഇങ്ങനെ ഈ മുഖം കാണിക്കാതെ ചെയ്യുമ്പോഴുള്ള ഒരു 5 ഗുണം പറഞ്ഞേ. ഗുണങ്ങളാകെ 5 ഗുണങ്ങൾ മുഖം കാണിക്കാതെ ചെയ്യുന്നോണ്ടുള്ള. ഒന്ന് എപ്പോഴും വലിഞ്ഞു നടക്കല്ല. മേക്കപ്പിന്റെ ആവശ്യം വളരെ കുറവാണ്. പിന്നെ എഡിറ്റിംഗ് സമയത്ത് ഞാൻ എങ്ങനെ വേണോ കട്ട് ചെയ്യണോ എന്നുള്ള ബുദ്ധിമുട്ട് വരില്ല. എഡിറ്റിംഗ് കുറച്ചുകൂടി ബാക്കിയുള്ളവർക്ക് അല്ലേ? അവളെ പോസ് ഒന്നും നോക്കണ്ട. എടുക്കണമെങ്കിൽ പോലും ഒരു ദിവസം വേണ്ടി വരും. കാണിക്കുന്നുണ്ടെങ്കിൽ അതൊരു കണക്ക് നന്നായില്ലല്ലോ അല്ലേ? അല്ലെങ്കിൽ ഇപ്പോഴത്തെ അപ്ലോഡ് ആവലുണ്ടാവൂല വീഡിയോ. പിന്നെ പുറത്ത് പോകുമ്പോ പിന്നെ നമുക്ക് ഇപ്പൊ പ്രൈവസിന്റെ കാര്യം പറയുമ്പോൾ എല്ലാവരും ചോദിക്കും അപ്പൊ ഇവർക്കൊന്നും പ്രൈവസി ഇല്ല. പക്ഷെ നമ്മള് കുറെക്കാടി കൂടുതൽ പുറത്തു കൂടി പോകുന്ന ആളുകളായിരിക്കും. അപ്പൊ നമുക്ക് കുറച്ചുകൂടി നിങ്ങൾക്ക് തന്നെ മനസ്സിലാവൂലേ പുറത്ത് പോകുമ്പോഴുള്ള ഇത്. സംഭവ ഓള് പോലെ അറിയാണ്ടോള് അതുപോലെ ആയി പോയതാണ്. എല്ലാരും ചോദിക്കുന്ന ഒരു രഹസ്യം എവിടെയാ? മറ്റേത് ദാവൂദ് ഇബ്രാഹിം എവിടെ? അങ്ങനെയൊക്കെയല്ലോ. ഇപ്പൊ സുകുമാരൻ കുറുപ്പ് എവിടെയൊന്നുമല്ല. മിസ്രി എവിടെ? മറ്റേ റീത്ത എവിടെ? കാണാമോ? സംഭവിച്ചു പോയി അങ്ങനൊക്കെ അല്ലേ? അതെ ഞാൻ ഇവരില് വളരെ വൈറൽ ആയിട്ടുള്ള ഒരു വീഡിയോ ഞാൻ കണ്ട ഫസ്റ്റത്തെ വീഡിയോ ആണ്. അത് ഞാൻ ഒന്ന് കാണിക്കാം ആദ്യം. ഓക്കെ ഇതിൽ ആരൊക്കെ കാണുമെന്ന് എനിക്കറിയില്ല. ഫസ്റ്റ് നമ്മുടെ ഷിട്ടു ബേബിന്റെ ഓക്കെ ഫസ്റ്റത്തെ വീഡിയോ ആണ്. ഇതായിരുന്നു ആ വീഡിയോ. സൂപ്പർ മാർക്കറ്റ്
ഹച്ചുവിന്റെ ഓരോ പോത്തിനെ കാണാൻ കഴിയാന്ന് പിന്നെ എല്ലാവർക്കും പോത്തിനെ പക്ഷേ പോത്തിനെ കഴിച്ചിട്ട് പോയി നോക്കുമ്പോ ഓ കണ്ടിരുന്നു പോത്തിനെ കാണില്ല പക്ഷെ ആകെ ബേജാറായി നോക്കുകൊണ്ട് പോത്ത് കാര്യം പൊട്ടിച്ച് പോയിട്ട് കേട്ടിയാ? ഓക്കെ, ഉദ്ഘാടനം കഴിഞ്ഞ അങ്ങനെ ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഈ കട എവിടെ? എല്ലാവരും കൂടി ഉണ്ട് ഇനി അല്ല ഓലൊക്കെ വെട്ടിച്ച് കുറച്ച് ഞാൻ പൈസ ആക്കി കച്ചവടം ചെയ്ത്. എത്ര ലാഭം കിട്ടി ഇവിടെ? എത്ര പൈസ കിട്ടി മറിയ? എത്ര പൈസ കിട്ടി? അറിയില്ല. പറ്റിച്ചോ? എന്റെ പൈസ എന്താക്കി ഒരു ബോക്സിൽ ഇട്ട് വെച്ചില്ല അതിനോ? ആ പൈസ അവിടെ പോയി. കൊണ്ടുപോയി ഇനോഗ്രേഷൻ എത്രയാ ചാർജ് വാങ്ങിക്കുന്നത്? ഒരു ഉദ്ഘാടനത്തിന്റെ ചാർജ് എത്രയാ? എത്ര രൂപയാ? ദീദി എത്ര പഠിച്ചൊന്നും നിൽക്കടിയൂല അയക്കാകുള്ള ലഡു വന്നിന്നെ പറ്റിച്ചു വാങ്ങിച്ചപ്പോ പോക്കറ്റിലൊക്കെ ആക്കി ഉണ്ടാവും. എന്തൊക്കെ ചെയ്യണം ഉദ്ഘാടനത്തിന് കോണ്ടാക്ട് ചെയ്യണമെങ്കിൽ? ഷിറ്റുനെ ആദ്യം നല്ല ഫുഡ് എന്തായാലും തരാ, പിന്നെ നല്ലൊരു ഉടുപ്പ് തന്നെ ആദ്യം മാനേജറുണ്ടോ? കാര്യായിട്ട് പമ്പേഴ്സാ മതി. പാമ്പേഴ്സ് വേണോ? ഡയപ്പർ തന്നെ ആദ്യം. ഒന്നും പറഞ്ഞില്ല ഓക്കെ. ഒന്നും വന്നില്ല. ശാലി. ഓക്കെ. ഉമ്മ, ഇതില് മിശ്രി ആദ്യമായിട്ടൊരു വീഡിയോ ചെയ്യുന്ന അല്ല, അപ്പൊ ഇങ്ങനെ ഫസ്റ്റ് എന്താ ഉമ്മക്ക് തോന്നിയത്? തോന്നിയത് എന്താ ഇവിടെ ഒത്തൂലേ, എന്താ നാണ് ഒന്നും ഒരു പിടുത്തല്ല. അവളോട് ഞാൻ പറഞ്ഞു പിന്നെ നമ്മൾ തുടങ്ങി നോക്കുക. തുടങ്ങിയപ്പോ പിന്നെ അവള് കുറച്ച് നിർത്തി വെച്ച്, ഒരു വർഷം പോലൊക്കെ നിർത്തി വെച്ച്. 6 മാസം കൂട്ടി പറഞ്ഞു 6 മാസം എന്താണെന്നോ പോട്ടെ. 6 മാസം 6 മാസം കഴിഞ്ഞ ശേഷം പിന്നെ അവളോടാൻ പറഞ്ഞു പിഞ്ചോ ഒന്ന് തുടങ്ങി നമ്മൾ വിജയിക്കും, എന്തെങ്കിലും ഒന്ന് ആവും പിഞ്ചോ തുടങ്ങി പറഞ്ഞ് സൗകര്യം കെടുത്തിയപ്പോ പിന്നെ അവൾ തുടങ്ങിയത്. അങ്ങനെ അവൾ തുടങ്ങി ഇത്ര ഇവിടെ എത്തി. ഫസ്റ്റ് വൈറലായി. ഇതിൽ ശരിക്കും മിശ്രീനെ മാത്രമേ കാണാത്തുള്ളൂ, ബാക്കി എല്ലാവരും കാണും. അപ്പൊ നിങ്ങൾ പുറത്തൊക്കെ ഇറങ്ങുമ്പോ ആളുകൾ എന്താ പറയാ? ഓരോരുത്തരോട് എന്തൊക്കെയാ ചോദിക്കാ? മിശ്രീന്റെ ഉമ്മ അല്ലേ എന്ന് വെച്ച് തമ്മിലാണോന്ന് ചോദിച്ചു. ഞാനപ്പോ അത് തന്നെയെന്ന് അറിയാം. അങ്ങനെ വയനാട്ടിൽ നിന്ന് ഒരാൾ അങ്ങനെ വന്നതിന് വയനാട്ടിൽ പോയ സമയത്ത് എന്താ മുത്തുമണി അന്ന് എടുത്തോടും മോളെ. ഈ ഡംപ് ചെയ്തു കേട്ടോ. ഹലോ, നമ്മൾ എവിടെ എത്തിയേ? പറയടി. വേണോ? ഷോള് വേണോ? ഈ ഉടുപ്പ് എനിക്ക് തരുമോ? ബാക്കിൽ ആരാ തോണ്ടുന്നേ? മടിയപ്പോ ഇങ്ങനെയാണ് ഇന്ന ഒരാളെ പറ്റാൻ വയ്യ, അവൾ സമ്മതിക്കൂല. എന്റെ ഷോളൊക്കെ വേണ്ടെന്നത് ഒരു ആലങ്കരികമാണെന്ന് എന്റെ കുട്ടി പറയുന്നത്. ഇതൊക്കെ എങ്ങനെയുണ്ട്? എന്നെ കാണാൻ എങ്ങനെയുണ്ട്? ആണോ? പറഞ്ഞു പറയിപ്പിച്ചതാന്ന് പറയോ? സൂപ്പറാണല്ലോ. കമ്മല് വേണോ? തരൂല. തരൂല. ഈ ഉടുപ്പ് എനിക്ക് തരുവോ? ഒരു ഉമ്മ തരുവോ? കമ്മലൊന്നും കൂടി നോക്കട്ടെ, നിക്ക്. ദീദി ഇടുന്ന കണ്ടില്ലല്ലോ, ഇത് പുതിയ ഫാഷനാ? ദീദിക്ക് വേണോ അത്? ഇപ്പോഴത്തെ ഫാഷനാന്ന് തോന്നുന്നുണ്ട്. ദീദി ഇതൊന്നും അടിയില്ല തോന്നുന്നു. വേണോ? എന്റെ കാലൊന്നും കുത്തിയില്ല, മാഷായിട്ടേ ഉള്ളൂ. എന്താ കാത് കുത്താത്തത്? ദീദിമാരെ കാതന്നെ കുത്തിയില്ല. എന്റെ കാത് കുത്താത്തത് കുത്തായിട്ടാണ്. ബാക്കി കാര്യക്ക് പിന്നെ പഠിക്കും. അത് സൂപ്പർ, നല്ലൊരു രസം കേട്ടോ. ഇത് എന്ന് വാങ്ങിയതാ? കോഴിക്കോട്. ആണോ? നമ്മുടെ നാട്ടിൽ സൺഡേ മാർക്കറ്റ്. നോക്കിയത് മതിയാന്നില്ല. ഓക്കെ,
ഇതില് മിശ്രീന്റെ നമ്മൾ കണ്ടിട്ടുണ്ട്. എന്താ മിശ്രി നന്നായിട്ട് സൗണ്ട് ചെയ്യും, അതായത് നമ്മൾ നല്ല വോയിസ് ഓവർ ചെയ്യും. അതല്ലാതെ ഇവിടെ അതിന് മനോഹരമായി വോയിസ് ഓവർ ചെയ്യുന്ന ഒരാളുണ്ട്. ആരാ? അടിപൊളിയായിട്ട് ഒന്ന് കാണിക്കട്ടെ. വ്ലോഗ് ചെയ്തത് എന്താ വ്ലോഗർ പാത്തു. മറ്റേ ആ വീഡിയോ ഒന്ന് ഞാൻ കാണിക്കേ. മോളെ ക്യാമറ പൊത്തി കാണിച്ചു ബ്ലോഗ് എടുത്തിട്ട് ചെയ്യുമെങ്കിൽ ഒന്ന് പറഞ്ഞോണ്ടോ പൊന്നാരെ മോളി പിയ്യാപ്പിളല്ല ചിരിയിരിക്കുന്നുണ്ടല്ലോ പിയ്യാപ്പിളാണിതാ പിയ്യാപ്പിള ഓക്കെ ഞങ്ങള് മോന്റെ ഇതിന് വന്നത് പറയലോ ബ്രെയിൻ ട്യൂബിയോ ബ്രെയിൻ ട്യൂബ് ഓനെ ഇവിടെ വെച്ചത് എഴുതി കാണിച്ചു തന്നെ. ഇതതിനെ കാണിച്ചു കൊടുത്താൽ മതി എന്നോട്. അതാ അത് കാണിച്ചു തന്നെ. അത് കാണിച്ചു തന്നവൻ ഞാൻ പറഞ്ഞ ഇതാണ് കേട്ടോ. ഓട്ടോഗ്രാഫർ തോറ്റെടുക്കൂല. ശരിയാകില്ല പക്ഷെ ഇതിന് മാരക ഫാൻസ് അത് ഇങ്ങനെ എനിക്ക് പറഞ്ഞ എന്താ പറയാ, മിശ്രീനെ വെട്ടാം നമുക്ക് രണ്ടാക്കും തുടങ്ങിയാലോ. എമ്മാരി ഇതല്ലേ ചെയ്തത് ശരിക്കും അല്ലേ. ഉമ്മടുത്ത വ്ളോഗിൽ ചിലരൊക്കെ പറയുന്നുണ്ട് എനിക്ക് മിശ്രി ആണെന്നില്ല അമ്മനെ കൊണ്ട് എടുപ്പിച്ചാൽ അടിപൊളി വ്ളോഗർ ആണെന്നൊക്കെ പറയുന്നുണ്ട്. ശരിക്കും അങ്ങനെ ഒരു ഐഡിയ ഉണ്ടോ? അപ്പൊ ഈ ഷിത്തുവിനെ കൂടി ഇങ്ങനെ കൊണ്ടൊന്ന് റെഡിയാക്കി എടുത്താല് സെറ്റാ. എനിക്ക് സൈഡാ ഉമ്മ ശരിക്കും പറഞ്ഞ കേട്ടോ, മിസ്ത്രി പറഞ്ഞ എന്താന്നറിയോ, എല്ലാം ഉമ്മേനെ ഏൽപ്പിച്ചിട്ട് ഓക്ക് പോണം. ഓളെ പിയാപ്പിളന്റെ കൂടെ ഓള് പോവാം. കല്യാണം കഴിച്ച് പോകുമ്പോ പോവാ. അപ്പൊ ഉമ്മ വോയിസ് ഓവർ ചെയ്യുന്ന 1 മില്യൺ അടിച്ചു. എന്നാല് ചെയ്ത് നോക്കട്ടെ. 1 മില്യൺ അടിക്കോ അല്ലെങ്കിൽ എന്താ ഉണ്ടാവുക നമുക്ക് നോക്കാം. ഉമ്മ ഷിട്ടിന് ഒന്ന് വോയിസ് ഓവർ ചെയ്ത് 1 മിനിറ്റ്. ഉമ്മ ആദ്യമായി ഷിട്ടിന് വോയിസ് ഓവർ ചെയ്യാൻ വേണ്ടിട്ട് പോവാ. ഉമ്മ സ്റ്റാർ മീഡിയയിലൂടെ ഇതുണ്ടാക്കാന് എന്റെ ഏപ്പന്റെ അടുത്ത് ഉണ്ടാക്ക രീതി മമ്മ ഉളക്കുന്ന മമ്മാന്റെ ഏപ്പന്റെ കൊടുക്ക രീതി അവളെ ഏപ്പന്റെ കൊക്ക് പൊട്ടിച്ചാണോ? പൊട്ടിച്ചല്ലേ? മച്ചി തല്ലു മമ്മ തല്ലു. മിശ്രി ഇബ്രാഹിം എന്നുള്ളത് എന്താക്കണം നമുക്ക് പേര്? ടിവിയുടെ പോയി എനിക്കെന്റെ ഭർത്താവ് മതിയല്ലോ. അടിപൊളി. മാമന്റെ അടുത്ത് പോവാം. എനിക്ക് മാമൻ എന്നെ ആണ് വെച്ചോ മാമ താടിയൊക്കെ പോയി. മാമ ഇത് നല്ല മൊട്ട അടിച്ച കോലുണ്ട്. ഇന്നെ പറ്റി മൊട്ട അടിച്ച പോകണുണ്ട് ഇപ്പൊ കാണാൻ. മാമനല്ലേ അയച്ചോനൊക്കെ കോമഡി ഇത് ഏത് മാമൻ അയച്ചോ വെച്ചോനെ താടി മിശ്രി, ഞാൻ ചോദിക്കുന്നത്, അതായത് വളരെ ചുരുക്കം ചില ആളുകൾ മാത്രം തെരഞ്ഞെടുക്കുക. എനിക്ക് നാളെ ഈ ഒരു കണ്ടന്റ് എടുത്തില്ല എന്നല്ലേ. ഇങ്ങനെ കുട്ടീനെ വെച്ചിട്ട് ചെയ്യുന്ന ഇത് കഴിഞ്ഞ ശേഷം ഇപ്പൊ കുറെ ആളുകൾ ചെയ്തു തുടങ്ങുന്നുണ്ട്. ഞാൻ ചോദിക്കട്ടെ, ഇതിപ്പോ അവള് മോളെ വെച്ച് ചെയ്യുന്ന വരുമാന മാർഗമായി മാറുന്നു. കുട്ടിയുടെ ഉപ്പയ്ക്കും ഉമ്മയ്ക്കും എന്തെങ്കിലും തരാറുണ്ടോ? ഉണ്ടോ? കിട്ടണ്ടേ? അല്ലെങ്കിൽ വാങ്ങാനോ സാലറി ഉണ്ടാവും. അല്ലെങ്കിൽ സാലറി ഇടാല്ലേ? ദീദി പൈസ തരാറുണ്ടോ? തീരെ എംപ്ലോയീസിന് നോക്കുന്നത് ശരിയില്ല. മെയിൻ നായികക്ക് നടിക്ക് എത്ര രൂപയാ പൈസ തരാറുണ്ടോ? തരാറില്ല. അമ്മ മുക്കിലാണോ
അറിയില്ല. ഇത് ശരിക്കും ഇങ്ങനെ ഒരു ഐഡിയ എപ്പോഴാ തോന്നിയത്? എങ്ങനെ തുടങ്ങി? ബ്ലോഗോ ബ്ലോഗല്ല, ബേബീനെ വെച്ചിട്ട് ചെയ്യാനുള്ള. നമ്മൾ ഓരോ ദിവസം എന്തെങ്കിലും കണ്ടന്റ് ഉണ്ടാക്കണല്ലോ. അതെ. ഒരു ദിവസം എനിക്ക് വന്നിട്ട് മെസ്സേജ് വന്നത് ഒരു ദിവസം ഒരു 4 എണ്ണം വെച്ചിടുവോ നോക്കാം. കണ്ടന്റ് കിട്ടണ്ടേ? കണ്ടന്റിന് ഭയങ്കര ക്ഷാമാ. ശ്യാമാല നമ്മള് ഓരോ ദിവസം ഉണ്ടാക്കി എടുക്കണ്ടേ. പിന്നെ ആളുകൾക്ക് മടുക്കുമല്ലോ, പെട്ടെന്ന് മടുക്കല്ലോ. അപ്പൊ ഇങ്ങനെ ആലോചിച്ച് ഒരു സമയം തോന്നിയതാണ് കൂടുതൽ ഡെയിലി ബ്ലോഗ് തന്നെയായില്ല. അപ്പം ഇനി നീ പറയണ്ട, ഞാൻ പറഞ്ഞോളാം. എനിക്ക് ഭയങ്കര വഴിയാ. എന്ത് ഈ കമ്മലേടി നായിക്കും മൂക്കുമലും തോന്നുന്നുണ്ടോ? ഓരോരോ പരിഷ്കാരങ്ങള്. അവളെ മാറ്റണേ മാറ്റാൻ മാക്സിമം എടുത്തോ. ഹംസയല്ലടാ. ഹംസേ, പണ്ട് നാട് വിട്ടുപോയല്ലേ? ഹംസേ, ഹംസേ. എന്നിട്ട് കണ്ടിന്യൂ. അപ്പൊ ഒരു വേളയിൽ നമ്മളിങ്ങനെ പോകുന്ന സമയത്ത് കിട്ടിയതാണ് ഓളെ വെച്ച് വീഡിയോ എടുക്കുക. അപ്പൊ എനിക്ക് തോന്നി ഇവിടെ പോയിന്റ് ഓഫ് വ്യൂ അങ്ങ് ചെയ്യാന്ന് വിചാരിച്ചു. അന്ന് എടുത്ത് അന്ന് മൊബൈൽ ഇട്ട് പോയതാ. അവിടെ നിന്ന് എഡിറ്റ് ചെയ്ത് അങ്ങനെ തന്നെ ഇട്ടാ നോക്കുമ്പോ എനിക്കൊന്ന് ബസ്സിൽ പോകുന്ന ഒരു വീഡിയോ, ആ വീഡിയോ ജസ്റ്റ് ഞാൻ ഒന്ന് കാണിക്കാം. സംഭവിച്ചു പോയതാണ്. യുഗേ സംഭവിച്ചു പോയതാ. ചില മാറ്റങ്ങൾ നല്ലതിനാണെന്ന് കേട്ടിട്ടില്ലേ? അതാണ് ഇപ്പൊ ഇവിടെ സംഭവിച്ചത്. ഇതായിരുന്നു ആ വീഡിയോ. ഓക്കെ, ഞാൻ തന്നെ വിളിക്കുന്നത് ഫാത്തിമ ബസ്സിലോ കാണുമല്ലോ. പക്ഷെ ഞാൻ ബസ്സിൽ കയറിയിട്ട് കുറച്ചൊരു ടെൻഷൻ. എന്റെ മൂത്ത 2 കുറിപ്പോടെ മുമ്പിൽ ഓടിക്കും. വീടായിരുന്നു മമ്മിയോട് നല്ലൊരു കിട്ടി. അതെന്നെ ആദ്യത്തെ ബസ്സിൽ അമ്മ മമ്മക്കും ആയിട്ട് ബസ്സിൽ ഒരു സീറ്റൊക്കെ കിട്ടും. പക്ഷെ ഞാൻ എല്ലാവരും മാറി മാറി നോക്കി. പക്ഷെ എല്ലാവരും എന്റെ മമ്മനെ കണ്ടിട്ട് പുറത്തേക്ക് ഫോട്ടോക്കോ നോക്കിക്കാം. പിന്നെ ഒരു താത്തൻ അങ്ങനെ കഴിഞ്ഞ് ചെന്നിട്ട് അപ്പൊ ഞാൻ മമ്മയെ അവിടെ പോയി. ഞാൻ വിചാരിച്ചോണ്ടല്ല, ബസ്സിൽ കുറെ ആൾക്കാരുണ്ട്. ബേജാൻ നിൽക്കുമ്പോൾ കുളിപ്പിന് സിൽപ്പാക്കാൻ വന്നു. ഞാൻ മമ്മിനെ ഇവിടെ ഇങ്ങനെ അപ്പ അവളൊരു വേഗം ഉണ്ടായി. പിന്നെ ഒരാൾ വന്ന് മമ്മയോട് പൈസ ഒക്കെ വാങ്ങും. ഒരു സഹായം ചെയ്യുന്ന പൈസ ഒക്കെ ചോദിക്കില്ല. ഞാൻ എന്റെ ആഗ്രഹത്തിൽ കിട്ടുന്നില്ല. ഒന്ന് നൊലവിൽ ചട്ടിയാലോ വിചാരിച്ചു. നല്ല മാണ്ടനിക്ക് വേലൊക്കെ വിചാരിച്ചു. തീരെയാണ് നോക്കി കാണുന്നത്. അപ്പോഴൊക്കെ അമ്മായി വന്നിട്ടു. പിന്നെ ഇതായിരുന്നു ഫസ്റ്റ് വീഡിയോ. ഇതങ്ങ് കേറി കൊളുത്തി. പിന്നെ ഞാൻ വിചാരിച്ചു ഇത് അല്ല അത് നമ്മൾ വിട്ടിണ്ടായിരുന്നു. പക്ഷെ കുറെ ആൾക്കാർ കമന്റിൽ പറഞ്ഞു ചിട്ടുനെ കൊണ്ടുപോയി എന്ന് പറഞ്ഞു കുറെ കമന്റ്. അപ്പൊ പിന്നെ സെക്കൻഡ് അന്ന് പിന്നെ നമ്മൾ മൊട്ടടിക്കാൻ പോയത് നമ്മളെടുത്ത്. പിന്നെ എനിക്ക് തോന്നുന്നു ഷിട്ടുവിന് ഒരു സൗണ്ട് വരും. ഷിട്ടു വലുതാകുമ്പോ ഷിട്ടു സംസാരിക്കാൻ തുടങ്ങും. അപ്പൊ എന്ത് ചെയ്യും? അതുവരെ എനിക്ക് ജീവൻ എടുക്കും. തുടങ്ങുമോ അല്ലെങ്കിൽ തെറി പറയുമോന്ന് അറിയില്ല. ഇപ്പൊ എനിക്ക് തോന്നുന്നു നിങ്ങളിൽ ശരിക്കും കൂടുതലായിട്ട് വരുന്ന കുറെ നെഗറ്റീവ് കമന്റ്സ് അല്ലെങ്കിൽ വേദനിപ്പിക്കുന്ന കമന്റ്സ്, അതൊക്കെ എന്തായിരിക്കും? ഇതുവരെ അങ്ങനെ വേദനിപ്പിച്ചില്ലല്ലോ. വേദനിപ്പിച്ച കാര്യം എന്താ? വേദനിപ്പിക്കുന്നില്ല എന്ന് പറയുന്നത് അതിന്റെ കാര്യം എന്തായിരിക്കും? അത്ര നെഗറ്റീവ് കമന്റ്സ് വന്നില്ല എന്നാ പറയുന്നത്. അതിന്റെ കാര്യം ഉണ്ടാവുമല്ലോ. എന്നെ കാണിക്കാത്തോണ്ടാണോ? ചിലപ്പോ ഞാനത് പറയുന്നത് പ്രതീക്ഷിച്ചു. ഇതെന്താപ്പത്? അല്ല, ഒന്നാമത് നെഗറ്റീവ് വരാൻ അവളെ കാണിക്കുന്നില്ലല്ലോ. അതെ, അപ്പൊ പിന്നെ നെഗറ്റീവ് കുറഞ്ഞു. ഇനി അവളെ കാണിച്ചു തുടങ്ങുമ്പോഴായിരിക്കും ശരിക്കും ഇനി പ്രതീക്ഷിക്കുന്നത്. അതായത് എന്തെങ്കിലും ഫേസ് കാണിക്കാൻ ഉദ്ദേശിച്ചിട്ടുണ്ടോ? വലിയ സംഭവം ഇനി ആൾക്കാർ ഇനി ഇതിപ്പോ എന്താ മിസ്റ്റർ ഇബ്രാഹിം ഇത്ര വലിയ സംഭവമാണ്. ഇന്നലെ ഒരാൾ കമന്റ് ചെയ്തു. അല്ല, ഞാനൊന്ന് വീട്ടിലേക്ക് കയറി വരുമ്പോ മിസ്റ്റർ ഇബ്രാഹിം ആയിട്ട് പോയി അവളൊന്ന് കാണട്ടെ, ആരും കാണല്ലോ എന്ന് പറഞ്ഞു. ഞാനൊന്നൊന്ന് കാണലുണ്ടോ? കമന്റ് ചെയ്തു മിസ്സിനെ കണ്ടെന്താ സ്വർഗത്ത് പോകുമോ? ഞാൻ ചോദിക്കട്ടെ, എന്തെങ്കിലും കാണിക്കേണ്ടതായിട്ട് വരും അല്ലേ? അത് എന്ത് കാണിക്കാൻ ഉദ്ദേശിക്കുന്നത് ഈ ഒരു മുഖം? എനിക്ക് ഓർമ്മയില്ല. തോന്നുന്നുണ്ടോ കല്യാണത്തിന് നമ്മുടെ ഈ ഒരു മുഖം എല്ലാവരും കാണിക്കുന്നതായിരിക്കും? കല്യാണത്തിന് ഉമ്മ ചെയ്യുന്ന ബ്ലോഗ് ആയിരിക്കും. അങ്ങനെ വരുമ്പോ ശരിക്കും ഏറ്റവും കൂടുതൽ അപ്പ വരുന്ന ഒരു കമന്റ്സ് എന്തായിരിക്കും ചിന്തിച്ചിട്ടുണ്ടോ? ഈ മുഖം ഇത്രയും കാലം കാണിക്കാണ്ടിരുന്ന്
അന്നായിരിക്കും കൂടുതൽ ഏത് സീന് കറക്റ്റ് അറിയോ? മറ്റേ ചോട്ടാ മുംബൈയില് എല്ലാരും ലാസ്റ്റ് മറ്റേതും ഇപ്പൊ ഇങ്ങനെ ഇരിക്കണേ. ഇപ്പൊ ശരിക്കും തോന്നുന്നുണ്ടോ അന്നേ കാണിച്ചു തുടങ്ങിയാൽ മതിയായിരുന്നു? അപ്പൊ എനിക്ക് ഭാഗ്യം ഇതുവരെ ഫാൻസിനെ കിട്ടിയല്ലോ, അതുവരെ റീച്ച് കിട്ടിയല്ലോ, നല്ല സമാധാനിക്കാലോ. പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല കേട്ടോ കാണിച്ചെത്തിയില്. ഞാനിത് ഞാൻ പറഞ്ഞില്ല അങ്ങനെ സംഭവിച്ചു പോയല്ലേ. അപ്പൊ വരെ വയ്യ കോർന്ന് ഓട്ടപ്പാസിൽ എന്നെ കാണിക്കുന്ന ഒരു ഇതങ്ങ് വിട്ടുപോയി. പിന്നെ ആളുകൾ ചോദിച്ചപ്പോഴാണ് എന്നെ കാണിച്ചില്ലേ, കുറച്ച് പോയി നോക്കാം, എത്ര റീച്ച് ഉണ്ടാവോ നോക്കാം എന്നുള്ളൊരു മൈൻഡിൽ അങ്ങനെ ചെയ്യുന്നേ ഉള്ളൂ. പിന്നെ കുറെ ആൾക്കാർ പിന്നെ വീഡിയോഗ്രാഫർ ഓടണ്ട ആയതുകൊണ്ടാണ് ഒന്നാമത്. ആർക്കും ഇവിടെ വീഡിയോ എടുക്കാനില്ല അല്ലേ? ഒരു വീഡിയോഗ്രാഫറെ നോക്കുന്നുണ്ട്. അപ്പൊ വരുവോ? അപ്പൊ പുള്ളിനെ പുറത്തേക്ക് ഇടുവോ? അപ്പൊ ഞാൻ പുറത്തേക്ക് വരുന്ന സമയത്തേക്ക് വേറെ വീഡിയോഗ്രാഫർ ഉണ്ടാവും. ഇതിപ്പോ അവിടെ നല്ലോ വീഡിയോഗ്രാഫർ, എഡിറ്റർ, വോയിസ് ഓവർ എല്ലാം ഞാൻ തന്നെ അല്ലേ എല്ലാം ചെയ്യും. സന്തോഷ് പണ്ഡിറ്റിന്റെ പോലെയാ. സന്തോഷ് പണ്ഡിറ്റ് അഭിനയം പുള്ളി ക്യാമറ ഇല്ല, ഇവിടെ അഭിനയം ഇല്ല, സ്ക്രിപ്റ്റ്, എഡിറ്റിംഗ്, പിന്നെ എന്തൊക്കെയാ കണ്ടന്റ് ഹസ്ബൻഡ് ആണ് കണ്ടന്റ് അല്ലേ? ഇത് ക്യൂൻ അല്ലേ? ശരിക്കും ആളുകൾ പലരും വിചാരിക്കുന്ന ഒരു ചോദ്യമായിരിക്കും, അതായത് ഹസ്ബൻഡ് സമ്മതിക്കാത്തോണ്ടാണോ എന്നുള്ളത്. ഹസ്ബൻഡ് കാരണം ഇവിടെ എത്തിയത്. പിന്നെ അങ്ങനെ ആരെങ്കിലും ചോദിച്ചിട്ടുണ്ടോ? ഹസ്ബൻഡിനോട് ചോദിച്ചിട്ടുണ്ട്, ഇനി സമ്മതിക്കായിട്ടാണോ ക്യാമറക്ക് മുമ്പിൽ വരാത്തത്. അങ്ങനെയൊന്നുമല്ല പറഞ്ഞാൽ ഞാനങ്ങനെ വീഡിയോ എടുത്തുപോയില്ല. അപ്പൊ ആള് പറഞ്ഞു നമ്മളെ ചാനലിലൂടെ തന്നെ ഔട്ടാക്കാം, അതല്ലേ നല്ലതെന്നൊക്കെ ചോദിച്ചു. അപ്പൊ ആ ഒരു ഇതിൽ ഞാൻ നിൽക്കുന്നേ ഉള്ളൂ. പിന്നെ ഔട്ടാക്കാൻ വലിയ കാര്യമൊന്നുമില്ല. ഔട്ടാക്കുന്ന ആ ഒരു ഡേ വരുമ്പോ ഭയങ്കര ടെൻഷനാണ്. ഇത്തേക്ക് മോക്ക് എന്തെങ്കിലും പാല് കൊടുക്കണമെങ്കിൽ കൊടുക്കാട്ടോ. വീണ്ടും വീണ്ടും അവള് ഓക്കെ, അവള് പാല് കൊടുക്കാന്ന് പറയുമ്പോ അവള് ഓക്കെയാ. ഓക്കെ, ഇനി അടുത്തതായി നമ്മൾ പോകുന്നത് ഒരു ഗാനം, സ്വീറ്റ് ആയിട്ടുള്ള ഒരു ഗാനം ആലപിക്കാൻ വേണ്ടിട്ട് പോവാണ്. ഗാനം ആലപിക്കുന്നത് ഇവിടെ ആരൊക്കെ പാടും? ഓക്കെ, നമുക്ക് കേക്കാം. സുലേഖ റെഡി? റെഡിയാണോ? ടെൻഷൻ പാടാനായോ? പാടാനായി. പാടല്ലേ? അയ്യോ അമ്മ, അയ്യോ അമ്മ, അയ്യോ അമ്മ, തലച്ചിപ്പ വീഴു. ഞാൻ നല്ലൊരു പാട്ട് പാടേ. ആയിക്കോട്ടെ. പുന്നാരമാരന്റെ ഒരുങ്ങിടുന്നേ മോഹങ്ങള് പലതും മനസ്സിൽ വന്നിടുന്നു. ഡെഡിക്കേഷനാണ് ബഷീർ. ഇത് കേട്ട് വരണം അല്ലേ? കഴിഞ്ഞോ? പിന്നെ വേറെ പാടാം. കിരികിരി അല്ല അപ്പൊ പാടില്ല. ആണിഞ്ഞുള്ള പുതുമാരൻ, ആണിഞ്ഞുള്ള പുതുമാരൻ. എന്ത് പറ്റി? നിർത്താൻ പറഞ്ഞാൽ അടുത്ത മാമന് ഓരോരുത്തര പാട്ടുണ്ട്. അടുത്ത മാമന് ഈ മിശ്രി നമുക്ക് എന്താ ചെയ്യാ? മിശ്രി എന്തേക്കും മോളെ ഇങ്ങോട്ട് ക്യാമറയുടെ മുന്നിലേക്ക് വരാത്ത കാര്യം എന്താ ചോദിച്ചിരിക്കുന്നു? ഓളെ കാണാൻ രസമുണ്ടോ? ആക്ച്വലി എന്നോട് ആലോചിച്ചത് വട്ടച്ചോറി ഉള്ളതുകൊണ്ടാണോ വരാത്തത്? ചെറുപ്പത്തിൽ പപ്പടം പൊരിച്ചിട്ട് വെളിച്ചെണ്ണ മോത്ത് തെറിച്ചോണ്ട് കാണാൻ ഭംഗിയില്ലല്ലോ, അതുകൊണ്ടാണോ വരാത്തത്? അതുകൊണ്ടായിരിക്കൂന്ന്. അതുകൊണ്ടായി വരാത്ത. പക്ഷെ ഞാൻ ഒരു കാര്യം പറയട്ടെ, മിശ്രീനെ കാണണം ഒരു 10 പേര് കാണുന്നുണ്ടായാലും ഒരു 9 പേര് എന്തായാലും ആഗ്രഹിക്കും ഇല്ലേ? അങ്ങനെ കാണണം എന്ന് ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടി ഞാൻ ഒരു കാര്യം പറഞ്ഞത്, ഇവിടെ ഒരാൾ ഇരിക്കുന്നുണ്ട്. ആ ആൾക്ക് താടി ഇല്ലെങ്കിൽ എങ്ങനെയായിരിക്കും? അത് തന്നെയാണ് മിശ്രി. അവിടെ ഒരു താടിയും മീശ ഉണ്ടെന്നുള്ളൂ. ഓന്റെ താടി മീശ നോക്കി ഇന്ന മാതിരി അത് കറക്റ്റ് മിശ്രിയാ. മിശ്രി വൈകാതെ വരും അല്ലേ? ഞാൻ ഓന്റെ മാതിരിയാണോ? കറക്റ്റ് അല്ലേ? ചിലരറിയും വെള മാതിരിയാണ്, ചിലരറിയും ഓന്റെ മാതിരി, പക്ഷെ ചിലരറിയും ഉമ്മനെ എക്സാക്ട് കോപ്പിയാണ്. എനിക്ക് ഇങ്ങനെ തന്നെയാ തോന്നുന്നത്. ആണോ? എന്റെ പ്രേക്ഷകരെ ഞാൻ പറ്റിച്ചാണെന്ന് പറയാം.
ഓരോരുത്തർക്ക് ഓരോ രൂപത്തിലാണല്ലോ. അതെ, എനിക്ക് അങ്ങനെയാ തോന്നിയത്. ഓക്കെ, ആദ്യമായി നമ്മുടെ വെറൈറ്റി മീഡിയയിലൂടെ നമ്മുടെ മിശ്രയുടെ മുഖം കാണാൻ വേണ്ടി പോവാണ്. Guys, കൈയടിക്കണം.